Alhamdulillah. Nahmadullaha wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തെയും മരണത്തെയും സംബന്ധിച്ച ചില വർത്തമാനങ്ങളാണ് ഇന്നത്തെ ഖുതുബയുടെ ഉള്ളടക്കം. ജീവിതം ചിലർക്ക് ലീലയാണ്, കളിയാണ്. ചിലർ പറയും അത് ദൈവത്തിൻ്റെ കളിയാണ് എന്ന്. ഭഗവാന്റെ ലീലാവിലാസമാണ് ജീവിതം. ചിലരെ സംബന്ധിച്ച് അത് വിനോദവും ആസ്വാദനവുമാണ്. ജീവിതം ചിലർക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ്. ഒരു വലിയ തത്വചിന്തകന്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ബഹളമുള്ള ഒരു തെരുവിലെ ഒരിക്കലും തീരാത്ത തലവേദനയാണ് ജീവിതം. എന്തുമാത്രം ആളുകൾ പറഞ്ഞു പോയി എന്ന് ചോദിച്ചാൽ, വളരെ പ്രമുഖനായ ഒരു സാഹിത്യകാരന്റെ ഭാഷയിൽ ഇറ്റ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ആ നിർവചനം. ഒരു ഇഡിയറ്റ് പറഞ്ഞ അസംബന്ധമാണ്, അർത്ഥശൂന്യമായ അസംബന്ധമാണ് ജീവിതം എന്ന്. ഇതെല്ലാം ഇന്ന് നിലനിൽക്കുന്ന വീക്ഷണങ്ങളാണ്, കാഴ്ചപ്പാടുകളാണ്. നിസ്സഹായനായ മനുഷ്യൻ ഈ കാഴ്ചപ്പാടുകളുടെ പിന്നാലെ പോകുന്നത് നമുക്ക് അനുഭവമാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, കണ്ണുകാണാത്തൊരു മനുഷ്യൻ, അയാൾ നാൽക്കവലയിൽ നിൽക്കുന്നു. അയാൾക്ക് പോകേണ്ട ഒരു ലക്ഷ്യമുണ്ട്, പക്ഷേ വഴിയറിയില്ല. സഹായിക്കാൻ വന്ന
അല്ലെങ്കിൽ സഹായിക്കാൻ എന്ന വ്യാജേന വന്നുകൂടിയ ചില ആളുകൾ അന്ധനായ ആ മനുഷ്യന്റെ കൈപിടിച്ച് നാശത്തിലേക്കും അപകടത്തിലേക്കും കൊണ്ടുപോകുന്നത് പോലെ നിസ്സഹായനും അജ്ഞനുമായ മനുഷ്യനെ ഇത്തരം കാഴ്ചപ്പാടുകളിലൂടെ ശരിയല്ലാത്ത ദിശകളിലേക്ക് ദിശ തെറ്റിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ആ മനുഷ്യന് പെട്ടെന്നൊരു നിമിഷം കാഴ്ച തിരിച്ചു കിട്ടുകയും എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നവൻ എന്റെ ഗുണകാംക്ഷിയല്ലെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് പോകേണ്ട പാത ഏത് എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം വരുന്നത് പോലെ മനുഷ്യ സമൂഹത്തിന്റെ ഗുരുനാഥന്മാരായ പ്രവാചകന്മാർ കയ്യിൽ പിടിച്ചു കൊണ്ടുപോവുകയാണ്, ശരിയുടെ ദിശയിലേക്ക് നയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തു തന്നുകൊണ്ട് ദൈവദൂതന്മാരായ പ്രവാചകന്മാർ ചെയ്തത് അതായിരുന്നു. നിസ്സഹായനായി ജീവിതത്തെ സംബന്ധിച്ച് പലതും പുലമ്പിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വളരെ കൃത്യതയോടെ വരച്ചു കാണിച്ചു പ്രവാചകന്മാർ. വിശുദ്ധ ഖുർആൻ അത്തരം ഒരു കാഴ്ചയാണ് അന്ധത ബാധിച്ച സമൂഹത്തിന് നൽകുന്നത്. പ്രവാചകന്മാർ ആ വഴിയിലേക്കാണ് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഖുർആനിൽ ചില അധ്യായങ്ങളുടെ ആരംഭത്തിൽ തന്നെ ജീവിതത്തെ സംബന്ധിച്ച് ഇത്തരം ചിന്തകളിലേക്കും വിചാരങ്ങളിലേക്കും മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കാണാം. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്, ഒരു പ്രസംഗത്തിന്റെ ശൈലിയിലേക്ക് പോകാതെ. മനുഷ്യൻ എന്നൊരധ്യായമുണ്ട് ഖുർആനിൽ, നമുക്കറിയാം, അൽ ഇൻസാൻ. ആ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അന്ധനായ മനുഷ്യനെ അയാളുടെ ശരിയായ ദിശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ശൈലിയാണ്. അല്ലെങ്കിൽ കൂരിരുട്ടിൽപ്പെട്ട മനുഷ്യന് ലഭിക്കുന്ന ഒരു ടോർച്ച് ലൈറ്റ് പോലെ ഈ വിശുദ്ധ വചനങ്ങൾ. പടച്ചവൻ പറയുന്നു, ഇന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ അംശാജ്. നുത്ഫത്തുൻ അംശാജ്, മിശ്രിതമായ ശുക്ലം. അതിൽ നിന്ന് നാം മനുഷ്യനെ പടച്ചു. നബ്തലീഹി, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നാം അവനെ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫജഅൽനാഹു സമീഅൻ ബസീറ, അവനെ കാഴ്ചയുള്ളവനാക്കി, കേൾവിയുള്ളവനാക്കി മാറ്റി. പോരാ, ഇന്നാ ഹദൈനാഹു സബീൽ, അവന്റെ ജീവിതത്തിൽ അവൻ പോകേണ്ട പാത ഏത് എന്ന് വളരെ കൃത്യമായി അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, ഇനി അവന് നന്ദിയുള്ളവനാകാം, നന്ദി കെട്ടവനാകാം. അതവന്റെ ചോയ്സാണ്, അതവന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ച് തരികയാണ്. വേദഗ്രന്ഥങ്ങൾ ദുരൂഹമല്ല, അതിലെ സന്ദേശങ്ങൾ സുതാര്യമാണ്. അത് പണ്ഡിതന് മാത്രമല്ല മനസ്സിലാവുക, ഏത് സാധാരണക്കാരനും മനസ്സിലാവും. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഖുർആൻ വിശദീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ആധിപത്യം എന്ന തലക്കെട്ടിൽ ഒരധ്യായമുണ്ട്, അൽ മുൽക്ക്. ആ സൂറത്തിന്റെ തുടക്കം തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾക്കെല്ലാം മനപ്പാടുണ്ടാവും. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ.
തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആധിപത്യം കൈവശം വെച്ചിരിക്കുന്നവനാരോ അവൻ എത്ര മഹത്വമുടയവനാണ്, എത്ര മഹത്വമുള്ളവനാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, എന്തിനാണ് അവൻ മൗത്തും ഹയാത്തും നിർമ്മിച്ചത്? മരണവും ജീവിതവും എന്തിനാണ് അല്ലാഹു സൃഷ്ടിച്ചത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, പരീക്ഷണാർത്ഥമാണ്. തനിക്ക് ലഭിച്ച കഴിവുകൾ പ്രയോജനപ്പെടുത്തി സൗകര്യങ്ങൾ ഉപയോഗിച്ച് ആരാണ് കാര്യനിർവഹണം ഭംഗിയായി നടത്തുന്നത്, നന്മകൾ നന്നായി ചെയ്യുന്നവൻ ആരാണ് എന്ന പരീക്ഷണത്തിന് വേണ്ടിയാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചതമ്പുരാൻ നിർമ്മിച്ചത് എന്ന് പറയും. ഖുർആനിൽ ചിലന്തി എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്. സൂറത്തിന്റെ തുടക്കത്തിൽ അൽ അൻകബൂത്ത് അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. വളരെ കൃത്യമായ വെളിച്ചം തരികയാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യമാണ്, നമ്മോട് ചോദിക്കുകയാണ്. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നതോടെ ഞങ്ങൾ മുസ്ലിമുകളും മുഅ്മിനുകളുമായി എന്ന് അവകാശപ്പെടുന്നതോടുകൂടി നിങ്ങളെ വിട്ടയക്കും എന്നാണോ മനുഷ്യർ വിചാരിക്കുന്നത്? വഹും ലാ യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാതെ, പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകാതെ വിശ്വാസികളായി എന്ന് നിങ്ങളുടെ വാദം മുഖവിലക്കെടുത്തുകൊണ്ട് നിങ്ങളെ രക്ഷിച്ചു കളയും, നിങ്ങൾ ഉപേക്ഷിക്കപ്പെടും, നിങ്ങൾ വിട്ടയക്കപ്പെടും, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും, വിജയമുണ്ടാകും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് തെറ്റി. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് ഈ ഭൂമുഖത്ത് ഒരുപാട് പേര് ജനിച്ചു ജീവിച്ചു മരിച്ചു മണ്ണടിഞ്ഞു പോയല്ലോ, അവരെയൊക്കെ നാം എന്താ ചെയ്തത്? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരൊക്കെ നാം പരീക്ഷിച്ചു. എന്തിനാണ് ഈ പരീക്ഷണം? ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ഈ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളിൽ വിശ്വാസികളാണെന്ന് പറയുന്നവരിൽ സത്യസന്ധതയുള്ളവരാരാണ്, വ്യാജവിശ്വാസികളാരാണ് എന്ന് അള്ളാഹുവിന് അറിയണം. അതിനുവേണ്ടിയാണ് അവൻ ഈ പരീക്ഷണം വെച്ചിട്ടുള്ളത്. വേറൊരിടത്ത് ഖുർആൻ പറഞ്ഞു, ലിയുഹ്ലിക മൻ ഹലക അൻ ബയ്യിന വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന. എന്തിനാണ് ഈ പരീക്ഷണം? ജീവിക്കുന്നവൻ ന്യായത്തോടെ ജീവിക്കണം ഭൂമിയിൽ, നശിക്കുന്നവൻ ന്യായത്തോടെ നശിക്കണം ഭൂമിയിൽ. അതിനുവേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് എന്ന്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽ ബഖറ 154 മുതലുള്ള വചനങ്ങൾ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി ഫബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലനബ്ലുവന്നകും എന്ന വാക്കുകൊണ്ടാണ് തുടങ്ങുന്നത്. നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ് പരീക്ഷണം എന്നർത്ഥം. വലനബ്ലുവന്നകും, അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. തഅ്കീദിന്റെ നൂനും ലാമും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്. വലനബ്ലുവന്നകും, പരീക്ഷിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ പരീക്ഷണം ഉറപ്പാണ്. രണ്ടാമതായിട്ട് നമ്മൾ അറിയണം, ഈ പരീക്ഷണം എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും. അതിൽ പണ്ഡിതൻ പാമരൻ വ്യത്യാസമില്ല, ധനികൻ ദരിദ്രൻ ഭേദമില്ല, ഭരണാധികാരിയോ ഭരണീയനോ വ്യത്യാസമില്ല. ജീവിതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജീവിതത്തിലെ പരീക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും അല്ലാഹു നൽകുന്നതാണ്. വ്യത്യസ്ത സ്വഭാവത്തിൽ, വ്യത്യസ്ത രീതികളിൽ, ശൈലികളിലായിരിക്കാം. കച്ചവടക്കാരനെ പരീക്ഷിക്കുന്ന രീതിയിലായിരിക്കുകയില്ല ചിലപ്പോൾ ഭരണാധികാരിയെ പരീക്ഷിക്കുക.
ദുഃഖം കൊണ്ട് മാത്രമല്ല പരീക്ഷിക്കുക, സുഖം കൊണ്ടും പരീക്ഷിക്കും. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളമായിട്ട് ഉദ്ധരിക്കാം. സമയപരിമിതി കൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല, നമുക്കൊക്കെ മനസ്സിലാവും. സുഖം കൊണ്ടും ദുഃഖം കൊണ്ടും പരീക്ഷിക്കും. ഒരുപക്ഷെ ദുഃഖം കൊണ്ടുള്ള പരീക്ഷണത്തെക്കാൾ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് സുഖം കൊണ്ടുള്ള പരീക്ഷണം. ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണത്തെക്കാൾ ഒരുപക്ഷെ മാരകമായിരിക്കാം സമ്പന്നത നൽകിക്കൊണ്ടുള്ള പരീക്ഷണം. ഈ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു ഒരാളെയും ഒഴിവാക്കുന്നില്ല. ഒരു വിവേചനവും അക്കാര്യത്തിലില്ല. നമുക്കറിയാമല്ലോ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ. ഏറ്റവും പ്രിയപ്പെട്ട അമ്പിയാക്കന്മാരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാക്കുക എന്നാണ് പ്രവാചകൻ സൂചിപ്പിച്ചത്. പിന്നെ അതിനടുത്തവർ അങ്ങനെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ദുഃഖം കൊണ്ട് അല്ലാഹു ചില പ്രവാചകന്മാരെ ക്ലേശങ്ങൾ കൊണ്ട് പരീക്ഷിച്ച അനുഭവം. അയ്യൂബ് നബി ഉദാഹരണം. ഏറ്റവും വലിയ വ്യക്തി ദുഃഖങ്ങൾ കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. ക്ലേശങ്ങളുടെ കാഠിന്യം കൊണ്ട്, ബാഹുല്യം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു അയ്യൂബ് നബിയെ. ചില പ്രവാചകന്മാരെ അല്ലാഹു കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചു. ഉദാഹരണത്തിന് സുലൈമാൻ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, അവരെയൊക്കെ അല്ലാഹു ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് പരീക്ഷിച്ചത്. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പോലുള്ള പ്രവാചകന്മാരെ അല്ലാഹു ധാരാളം സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടും ധാരാളം സന്തോഷങ്ങൾ കൊടുത്തുകൊണ്ടും അല്ലാഹു പരീക്ഷിച്ചു. ഒരുപോലെ പ്രവാചകന്മാർ ഇവിടെയൊക്കെ എന്ത് നിലപാട് സ്വീകരിച്ചു? ഈ സുഖം കൊണ്ടുള്ള ദുഃഖം കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ എന്തായിരിക്കണം നിങ്ങളുടെ സ്റ്റാൻഡ്? വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളതിനെ നേരിടേണ്ടത്, അഭിമുഖീകരിക്കേണ്ടത് ശുക്ർ കൊണ്ടും സബ്ർ കൊണ്ടുമാണ്. ജീവിതത്തിലുണ്ടാകുന്ന നല്ല അനുഭവങ്ങളെ ശുക്ർ കൊണ്ട് അഭിമുഖീകരിക്കണം. ജീവിതത്തിലുണ്ടാകുന്ന ദുരനുഭവങ്ങളെ സബ്ർ കൊണ്ട് അഭിമുഖീകരിക്കണം. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സബ്റിന്റെ, സ്ഥൈര്യത്തിന്റെ, ദൃഢമായ പടച്ചവനിലുള്ള ശുഭപ്രതീക്ഷയുടെ മാർഗം ഉയർത്തിപ്പിടിക്കണം. സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് പരീക്ഷണമാണെന്ന തിരിച്ചറിവോടുകൂടി സമചിത്തതയോടെ അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് നിഗളിക്കാതെ മുമ്പോട്ട് പോകണം. അതിനാണ് സുലൈമാൻ നബിയുടെ കഥയൊക്കെ ഖുർആൻ പറഞ്ഞത്. ഒരാൾക്കും സങ്കല്പിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ഭൗതിക സൗകര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകം എത്തിയതിനേക്കാൾ എത്രയോ വലിയ ടെക്നോളജിയുടെ വളർച്ചയുണ്ടായ ഒരു കാലഘട്ടത്തിൽ ആ സാങ്കേതിക സൗകര്യങ്ങളുടെ അത്ഭുതാവഹമായ നേട്ടം തന്റെ മുമ്പിൽ വന്നപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു, ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു. ഇതാണ് വിശ്വാസിയുടെ നിലപാട്. ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. എന്തിനവൻ തന്നു? ലിയബ്ലുവനി, പരീക്ഷണാർത്ഥം തന്നതാണ്. അഅശ്കുറു അം അക്ഫുറു, ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന പരീക്ഷണത്തിന് വേണ്ടി പടച്ചവൻ തന്നതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എങ്ങനെ നേരിടണമെന്ന് ഖുർആൻ പറയുകയാണ്. ഇദാ സാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വിപത്ത് വരുമ്പോൾ, ജീവിതത്തിൽ ഒരു അടിയേൽക്കുമ്പോൾ അവർ പറയുന്നു, ഖാലൂ ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാകുന്നു, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് മടങ്ങുന്നവരും. ഈ ഇസ്തിർജാഇന്റെ കലിമ ഒരു മരണ അറിയിപ്പ് വാചകമല്ല, അതൊരു സത്യവിശ്വാസിയുടെ പ്രതികരണ വാചകമാണ്. ജീവിതത്തിൽ വിപത്തുകൾ നേരിടുമ്പോൾ സത്യവിശ്വാസിയുടെ പ്രതികരണമാണത്. ഞാൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ഈ പരീക്ഷണം കൊണ്ട് ഞാൻ ഉയർത്തിപ്പിടിച്ച തൗഹീദി ദർശനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുന്നില്ല. ഞാൻ നിലയുറപ്പിച്ച സത്യത്തിന്റെയും നന്മയുടെയും നീതിയുടെയും സമരത്തിന്റെയും മാർഗത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവുകയില്ല. അടിയുറച്ചു നിന്നുകൊണ്ട് ഞാൻ ഇതിനെ നേരിടും. കാരണം ഇന്നാ ലില്ലാ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാകും.
ജീവിതത്തിലേക്ക് തന്നത് ചിലത് അവൻ തിരിച്ചെടുത്തിരിക്കുന്നു. ചിലപ്പോൾ അവൻ തരും, ചിലപ്പോൾ അവൻ തിരിച്ചെടുക്കും. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. അവൻ തരുന്നതിനെ തടയുന്നവനില്ല, അവൻ തടഞ്ഞാൽ തരാൻ കഴിയുന്നവനുമില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവൻ ചിലപ്പോൾ തരും, ചിലപ്പോൾ അവൻ തന്നത് തിരിച്ചെടുക്കും. തിരിച്ചെടുത്ത ചിലപ്പോൾ മോനെ ആയിരിക്കും, മകനെ ആയിരിക്കും. തിരിച്ചെടുത്ത ചിലപ്പോൾ ബാപ്പയായിരിക്കും. തിരിച്ചെടുത്ത ചിലപ്പോൾ ഇണയെ ഭാര്യയായിരിക്കും. ഉമ്മു സലീം പണ്ട് പറഞ്ഞല്ലോ, കുഞ്ഞുമോൻ മരിച്ച സമയത്ത് വളരെ നിസ്സംഗമായി അക്ഷോഭ്യമായിട്ട് പറഞ്ഞു, ഇന്ന ലില്ലാഹി മാ അഖദ. അതാണ് ഇന്നാ ലില്ലാഹിയുടെ അർത്ഥം. ഇന്ന ലില്ലാഹി മാ അഖദ. അവൻ തിരിച്ചെടുത്തത്, അവൻ തന്നത് തിരിച്ചെടുത്തു. ആ തിരിച്ചെടുത്തത് അവന് അവകാശപ്പെട്ടതാണ്. എനിക്കെന്റെ കുഞ്ഞിനോടൊരു ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. എന്നേക്കാൾ എത്രയോ അപ്പുറം അവനോട് ബന്ധമുള്ളവനാണ് ആ കുഞ്ഞിനെ എനിക്ക് തന്നത്. അവൻ തന്നെ അതിനെ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഇളക്കവും ചാഞ്ചല്യവും നിരാശയും ശൈഥില്യവും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പടച്ചവൻ തന്നതിനെ അവൻ തിരിച്ചെടുത്തിരിക്കുകയാണ്. അയലത്തെ വീട്ടിൽ നിന്ന് വായ്പ വാങ്ങിയ ഒരു വസ്തു അവർ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കുന്നത് പോലെ കണ്ണീരൊക്കെ വരും, ചിലപ്പോൾ സ്വാഭാവികമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കണ്ണീര് വരും. കണ്ണീര് വന്നിട്ടുണ്ട് നബിക്ക്. ഉസാമത്ത് ബിൻ സെയ്ദ് രക്തസാക്ഷിയായി ആ വിവരം പറയാൻ വേണ്ടി നബി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ കുഞ്ഞുമകളെ കണ്ടിട്ട് റസൂലിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ കരഞ്ഞുപോയി. നമുക്കറിയാം, മരണവീട്ടിൽ അലമുറയിട്ട് നിലവിളിക്കാൻ പാടില്ല. അത് ഇസ്ലാമിക മര്യാദകൾക്കെതിരാണ്. കനത്ത ദുഃഖമുണ്ട്, ദുഃഖിക്കാം. ആ ദുഃഖം കണ്ണീരായിട്ട് പെയ്തൊഴിയാം, അതൊക്കെ സാധ്യമാണ്. പക്ഷെ അലമുറയിട്ട് നിലവിളിക്കാൻ പാടില്ല. റസൂലുള്ള കരയുന്നത്, കണ്ണുനീർ വരുന്നത് പിന്നിൽ നിന്ന് സഅദ് ബിൻ ഉബാദ കാണുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു പ്രവാചകനോട്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളും ഇങ്ങനെ കരയുകയാണോ? താങ്കളും ഇങ്ങനെ കരയുകയാണോ? റസൂലുള്ള പറഞ്ഞു, ബുകാഉൽ ഹബീബി അലാ ഹബീബിഹി. ബുകാഉൽ ഹബീബി അലാ ഹബീബിഹി. ഇത് സ്നേഹത്തിന്റെ കണ്ണീരാണ്. സ്നേഹിക്കുന്ന രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിന്റെ കണ്ണീരാണിത് എന്ന്. അത് നിരാശയുടെ കണ്ണീരല്ല. അത് ജീവിതത്തിൽ പടച്ചവരോടും പള്ളിയോടും വിട പറയുന്ന കണ്ണീരല്ല. ഇത്രയൊക്കെ നോക്കിയിട്ടും പടച്ചവൻ ഇങ്ങനെയാണല്ലോ എന്നോട് പെരുമാറിയിട്ട്, എന്നാ പിന്നെ ആ പിൻവീതിയിലിന്റെ കണ്ണീരല്ല. ബുകാഉൽ ഹബീബ് അലാ ഹബീബിഹി. സ്നേഹിതനോടുള്ള സ്നേഹിതന്റെ കടപ്പാടിന്റെ കണ്ണീരാണത്. സ്നേഹത്തിൽ നിന്ന് സ്വയം അറിയാതെ വരുന്ന കണ്ണീരാണത്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷെ ആ ദുഃഖത്തിൽ തളരുകയല്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ, നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇത് മരണാറിയിപ്പിന്റെ വാചകമാണ് എന്നാണ്. റസൂലുള്ള ഒരിക്കൽ സഹാബത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ വിളക്ക് അണഞ്ഞുപോയി. വിളക്കണഞ്ഞപ്പോ നബി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ മറ്റേയാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ഇപ്പൊ എന്താ ഇങ്ങനെ ഇസ്തിർജാ ചൊല്ലുന്നു? ഒരു സത്യവിശ്വാസിക്ക് നേരിടുന്ന ഏത് ദുരനുഭവവും അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വാസം പുതുക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇസ്തിർജാന്റെ കലിമ സത്യവിശ്വാസിയുടെ പ്രതികരണത്തിന്റെ വചനമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന് വേണ്ടിയാണ് ജീവിതം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറയും. ഈ പരീക്ഷണമാണെന്ന ബോധം ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളിലും സന്നിവേശിപ്പിക്കാൻ എപ്പോൾ കഴിയുന്നുവോ അപ്പോഴാണ് ഒരാൾ സത്യവിശ്വാസിയുടെ ജീവിതം നയിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രാരബ്ധങ്ങളുടെയും പുരോഗതിയുടെയും ഒക്കെ മുമ്പിൽ ഈ ഒരു നിസ്സംഗതയോടുകൂടി തൗഹീദി ദർശനത്തിൽ ഉറച്ചു മുമ്പോട്ട് പോകുവാൻ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത് മരണമാണ്. മരണത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ മരണം ഒരു അവസാനമാണ് എന്നതാണ്. മരണം അവസാനമാണ് എന്ന് ലോകം മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മരണം അവസാനമല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മരണത്തോടുകൂടി ജീവിതം, അതാണല്ലോ നമ്മുടെ ശൈലികളിൽ പോലും അത് പ്രകടമാണ്. മരിച്ചു തീർന്നു എന്നാ, ചത്തൊടുങ്ങി.
മരിക്കുമ്പോൾ തീരുന്നില്ലെന്നും ഒടുങ്ങുന്നില്ലെന്നും ഒരു യുഗം അവസാനിച്ചു. ആ യുഗം അവസാനിച്ചിട്ടില്ല. അത് അനന്തമായിട്ട് തുടരുകയാണ്. അത് അവസാനിക്കുന്നില്ല. കാരണം മനുഷ്യന്റെ ജീവിതം അനശ്വരമാണ്. ഒന്നാം ഭാഗമേ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നെ ബാക്കി ഭാഗങ്ങൾ കിടക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാകും, മരണമെന്ന് പറയുന്നത് ഒരു തുടക്കമോ ഒടുക്കമോ അല്ലെന്നും മരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു തുടർച്ച മാത്രമാണെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ അനുഭവിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായം. ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തുയിൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. ഇത് തുടർച്ച നമുക്ക് ഫീൽ ചെയ്യുകയാണ് ഇവിടെ വായിച്ചു പോകുമ്പോൾ. മനുഷ്യന്റെ ഗർഭാശയ ജീവിതം, മനുഷ്യന്റെ ഭൂമുഖ ജീവിതം, മനുഷ്യന്റെ മറയിലെ ജീവിതം, മനുഷ്യന്റെ പരലോക ജീവിതം. ഈ 4 ജീവിതങ്ങളിലൂടെ കടന്നുപോകുന്ന ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന അനശ്വരമായ മനുഷ്യന്റെ ജീവിതത്തെ സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തുൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസുൻ. ഒരു തുടർച്ച മാത്രമാണ് മരണം, ഒരു കവാടം മാത്രമാണ് മരണം. ആ വാതിൽ തുറന്ന് മനുഷ്യൻ പ്രവേശിക്കുന്ന അനന്തമായ ജീവിതത്തിന്റെ ലോകം. അവിടെയാണ് രക്ഷാശിക്ഷകൾ, അവിടെയാണ് ചോദ്യോത്തരങ്ങൾ നടക്കാൻ പോകുന്നത്, അവിടെയാണ് സ്വർഗനരകങ്ങൾ വരാൻ പോകുന്നത്, അവിടെയാണ് കർമ്മഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത്. കർമ്മങ്ങളുടെ ലോകത്ത് നിന്ന് കർമ്മഫലങ്ങളുടെ ലോകത്തേക്കുള്ള ഒരു വാതിൽ തുറന്നുകൊണ്ട് മനുഷ്യൻ കടന്നുപോകുന്നു. കടന്നു പോകുമ്പോൾ ആദ്യമായിട്ട് അവൻ ചെല്ലുന്നത് ബർസഖിന്റെ മറയുടെ ജീവിതത്തിലേക്കാണ്. മിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസുൻ. രക്ഷാശിക്ഷകളുടെ ലോകത്തിലേക്ക് എത്തുന്നത് വരെ ഒരു തിരശ്ശീലക്ക് പിന്നിലെ ജീവിതം, ഒരു ബർസഖി ജീവിതം. അവിടെ മുതൽ അവന്റെ ആത്മാവ് അനുഭവങ്ങൾ സ്വീകരിച്ചു തുടങ്ങുകയാണ്. ഇവിടെ ശരീരമാണ് അനുഭവം ആസ്വദിച്ച മീഡിയ. അവിടെ ആ മീഡിയം മാറി അവിടെ മനുഷ്യന്റെ ആത്മാവ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയാണ്. നരകാവകാശിയായ മനുഷ്യനോട് നരകത്തിന്റെ അനുഭവങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, ഹാദാ മഖഅദുക് ഹാദാ മഖഅദുക്, ഇതാ നിന്റെ ഇരിപ്പിടം, ഇങ്ങോട്ടാണ് നീ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പുനരുത്ഥാനത്തിൽ നീ എത്താൻ പോകുന്നത് ഈ അവസ്ഥയിലാകുന്നു. ഹത്താ യബഅസല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നീ എഴുന്നേൽപ്പിക്കപ്പെടുന്നതുവരെ നിരന്തരം രാവിലെയും വൈകുന്നേരവും ഈ കഠിനമായ ആത്മീയ പീഡകളിലൂടെ കടന്നുപോകുന്ന മറയിലെ പിന്നിലെ ജീവിതം. അതിനുശേഷമാണ് പിന്നെ പരലോകം വരാനിരിക്കുന്നത്. അവിടെയാണ് ശാശ്വതമായ രക്ഷയും ശിക്ഷയും. അപ്പൊ മരണം എന്ന് പറയുന്നതും വലിയ പരീക്ഷണമാണ്. മരണത്തെ സംബന്ധിച്ച പ്രവാചകന്റെ വചനങ്ങൾ പരിശോധിച്ചാൽ കാണാം, അള്ളാഹു ചിലർക്ക് ശുഭമരണം നൽകും. ആ ശുഭമരണത്തിനെ കുറിച്ച് റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലൊരു കാര്യം, അള്ളാഹു ആ മനുഷ്യന് മരിക്കുന്നതിന് മുമ്പ് സുഹൃതങ്ങൾ ചെയ്യാൻ പ്രത്യേകം അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കും. മരണത്തിന് മുമ്പ്, ഞാൻ ഹദീസുകളൊന്നും ഉദ്ധരിക്കുന്നില്ല, സമയമില്ല, അയാൾക്ക് മരണത്തിന് മുമ്പ് സുഹൃതം ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുക്കും. ആ സുഹൃതത്തിൽ അയാൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അതിന്റെ ആ വിയർപ്പുതുള്ളികൾ നെറ്റിത്തടത്തിൽ നിറഞ്ഞു നിൽക്കെ അയാളെ മരണം പിടികൂടും. അതാണ് ധന്യമായ മരണം, അതാണ് ശ്രേഷ്ഠമായ മരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ മരണം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെയും മരണത്തെയും ഈ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് പരീക്ഷണമാണെന്ന തിരിച്ചറിവോടുകൂടി ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പും മുമ്പോട്ട് വെക്കുവാൻ അയാൾക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അയാൾ പ്രഖ്യാപിക്കണം, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രവാചകരെ പറഞ്ഞു കൊടുക്കൂ, ഓരോ വിശ്വാസിയും പറയണം,
ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി, എന്റെ എല്ലാ ആരാധനകളും, എന്റെ എല്ലാ സമർപ്പണങ്ങളും, എന്റെ ബലികളും, എന്റെ നമസ്കാരവും, എന്റെ ജീവിതവും, എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകനാഥനായ അല്ലാഹുവിന് സമർപ്പിതമാണ്. ലോകനാഥനായ തമ്പുരാന് സമർപ്പിതമാണ് എന്റെ ജീവിതം, എന്റെ മരണം എന്നയാൾ പ്രഖ്യാപിക്കണം. ലാ ശരീക ലഹു, ലാ ശരീക ലഹു, അല്ലാഹുവിനൊരു പങ്കുകാരനുമില്ല, അവനൊരു പാർട്ട്ണറുമില്ല ഈ പ്രപഞ്ചത്തിൽ. അവൻ ചെയ്യുന്നതൊക്കെ അവൻ തനിച്ച് ചെയ്യുന്നതാണ്. അല്ലാഹു സമദാണ്, അവൻ അനാശ്രയനാണ്. അവനെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യും, അവനെ എല്ലാവരും ആശ്രയിക്കും. പക്ഷേ അവന് ആരുടെയും ആശ്രയമില്ലാത്തവനാകുന്നു അല്ലാഹു. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. അവന് പങ്കുകാരനുണ്ട് എന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വിശ്വസിച്ചു പോയാൽ അവൻ ശിർക്കാണ് ചെയ്യുന്നത്, അത് പൊറുക്കപ്പെടാത്ത പാപമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ലാ ശരീക ലഹു, അവന് പങ്കുകാരനില്ല. ഒബിദാലിക ഉമിർത്തു, ഇങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ ജീവിക്കാൻ, ഇങ്ങനെ പറയാൻ ആണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, അതുകൊണ്ട് ലോകനാഥന് സമർപ്പിച്ചവരിൽ, അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരിൽ ഒന്നാമൻ, അവ്വലുൽ മുസ്ലിമീൻ, ഞാനാണ് എന്ന് ഓരോരുത്തരും പറയണം. ഞാനതിൽ പെട്ട ആളാണെന്നല്ല. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഈ ശൈലി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു യോഗത്തിൽ ചെന്നാൽ അവസാനത്തെ സീറ്റിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുന്ന സമുദായമാണ് നമ്മൾ. മുമ്പിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. പള്ളിയിൽ വരുമ്പോൾ ആദ്യത്തെ സൊഫിൽ ഒഴിവുകളുണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും രണ്ടാമത്തെ സൊഫിലോ അല്ലെങ്കിൽ അവസാനത്തെ സൊഫിലോ അല്ലെങ്കിൽ ചാരിയിരിക്കാൻ സൗകര്യത്തിനുള്ള ഒരു സൊഫിലോ ഇരിക്കാൻ ശ്രദ്ധിക്കും. ഇതാണ് സമുദായത്തിന്റെ അധപ്പതനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം. ഖുർആൻ പഠിപ്പിക്കുന്ന ശൈലി വഅന അവ്വലുൽ മുസ്ലിമീൻ, നന്മകളിൽ ഞാൻ ഒന്നാമനാണ്, ഒന്നാമത്തെ സഫിലാണ്. അതുകൊണ്ടാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് അരനൂറ്റാണ്ടുകാലം ഒരാളുടെ മടമ്പുകാല് കാണാതെ നിസ്കരിച്ചു എന്ന് പറഞ്ഞു. മടമ്പുകാല് കാണണമെങ്കിൽ രണ്ടാമത്തെ സഫിലാവണം. അദ്ദേഹം കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഒന്നാമത്തെ സഫിലാണ് നിസ്കാരം. പാവപ്പെട്ട വൃദ്ധയെ സഹായിക്കാൻ പോകുന്നു. അവിടെ അബൂബക്കർ ഒന്നാമനാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഉമർ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഉമർ എത്തുന്നതിന് മുമ്പേ അദ്ദേഹം ആ വീട്ടിലെത്തി ആ വൃദ്ധക്ക് വേണ്ട സേവനങ്ങളൊക്കെ നിർവഹിച്ചു. വഅന അവ്വലുൽ മുസ്ലിമീൻ, അതുകൊണ്ട് മടച്ചവൻ അനുസരിക്കുന്ന കാര്യത്തിൽ, നന്മയുടെ പാതയിൽ മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ ഞാൻ ഒന്നാമനാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുക. ജീവിതവും മരണവും പടച്ചവന് സമർപ്പിക്കുക, അവന് പങ്കുകാരനില്ലെന്ന് പറയുക എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.